ഹായ്, ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത് ലെറ്റർ എസിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ. ഇത് ഈ ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ മുമ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്തു തുടങ്ങും. ഇനി ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് പാസസ് ഫ്രം medium x to y. Here the angle of refraction is greater than the angle of incidence. Angle of refraction ആണ് angle of incidence-നേക്കാൾ കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടണമെങ്കിൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്കായിരിക്കും ലൈറ്റ് പോകുന്നത്. റെയർ മീഡിയത്തിൽ വരുമ്പോഴാണല്ലോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുക. ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ നോർമലിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. ഇവിടെ എക്സ് ഡെൻസർ മീഡിയം ആണെന്നും വൈ റെയർ മീഡിയം ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സിൽ നിന്നും വൈയിലേക്ക് പോകുമ്പോൾ ആംഗിൾ ഓഫ് വൈയിൽ വരുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും, അത് കൂടുന്നു, നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോദ്യം നോക്കാം. In which medium is the speed of light more? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ എവിടെയായിരിക്കും? റെയർ മീഡിയത്തിലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, റെയർ മീഡിയത്തിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നു. അപ്പോൾ എക്സ് ഡെൻസർ മീഡിയവും വൈ റെയർ മീഡിയം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻ വിച്ച് മീഡിയം ദ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? അത് വൈയിലായിരിക്കും. ഇവിടെ തന്നെ മാർക്ക് ചെയ്തു. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മുടെ ഫസ്റ്റ് മീഡിയം എക്സ് ആണ്. എക്സിൽ സ്പീഡ് കുറവാണെന്ന്, വൈയിൽ സ്പീഡ് കൂടുതലാണ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എക്സിൽ സ്പീഡ് കുറവായിരിക്കും. അതുപോലെ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ഇവിടെ കുറവാണ്, റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ് കൂടുതൽ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഫസ്റ്റ് മീഡിയത്തിലേക്ക്. അവിടെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്. അതായിരുന്നു which is the medium of larger refractive index? അത് എക്സ് ആയിരിക്കും. ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് വരച്ചു നോക്കാം. നമ്മളിവിടെ പാത്ത് ഓഫ് ലൈറ്റ് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആയിരിക്കും, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. അപ്പൊ ഇത് ഡെൻസർ മീഡിയം ആയിരിക്കും. ഇത് എക്സ്, എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇത് വൈ. എക്സ് ഡെൻസർ മീഡിയം, അതിൽ നിന്ന് വന്നു, ഇത് ഇവിടുന്ന് നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ ഇത് റെയർ മീഡിയം. ഇതാണ് പാത്ത് ഓഫ് ലൈറ്റിന്റെ ഫിഗർ. ഇതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെന്റ് മീഡിയംസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. മീഡിയം ഓരോന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ബ്രൗൺ ഗ്ലാസിന്റെ 1.15 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഗ്ലിസറിന്റെ 1.47, അതുപോലെ സൺഫ്ലവർ ഓയിലിന്റെയും 1.47 ആണ്. രണ്ടും ഒരേ പോലെ തന്നെയാണ്. വാട്ടറിൻ്റെ 1.33, അതുപോലെ ഫ്ലിൻറ്റ് ഗ്ലാസ് 1.6. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? അപ്പോൾ അവിടെ ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പോൾ ടേബിളിൽ നോക്കുക, ഇവിടെ ഏതിനാണ് ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവെന്ന്. 1.52, 1.47, 1.33, 1.62. അപ്പോൾ വാട്ടറിനാണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്. അപ്പോൾ ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വാട്ടറിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വാട്ടർ. നെക്സ്റ്റ്, വിൽ എ റേ ഓഫ് ലൈറ്റ് എൻ്ററിങ് ഒബ്ലിക്വലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേറ്റ്? എക്സ്പ്ലെയിൻ ദ റീസൺ. ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് മാറുമ്പോൾ അവിടെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാകുമോ? അപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുക. ഗ്ലിസറിന് 1.47 ആണ്, സൺഫ്ലവർ ഓയിലിനും 1.47 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയത്തിൻ്റെയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡെൻസർ മീഡിയോ റെയർ മീഡിയോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലൊന്നും വ്യത്യാസം അവിടെ ഇല്ല. അതുകൊണ്ട് ലൈറ്റ് റേസിന് ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല. നോ, ബിക്കോസ് ഓഫ് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദ റേ ഓഫ് ലൈറ്റ് has no deviation. ഇതിലെ അടുത്ത സബ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ് ടു
ഈച്ച് മീഡിയം ലിസ്റ്റഡ് ഇൻ ടേബിൾ 1.5 നേരത്തെ കണ്ട ടേബിൾ. ഇഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് an angle of 30 degree, which medium will have the largest angle of refraction? Why? ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഓരോ മീഡിയത്തിൽ കൂടിയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. അവിടെ ലൈറ്റ് പതനകോൺ ഇൻസിഡൻറ്റ് ആംഗിൾ അവിടെ 30 ഡിഗ്രി ആണെങ്കിൽ വിച്ച് മീഡിയം വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏത് മീഡിയത്തിനായിരിക്കും കൂടുതൽ, എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ അവിടെയുള്ളതിൽ ഏത് മീഡിയത്തിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് അവിടെ ആയിരിക്കും ലാർജസ്റ്റ് ആംഗിൾ ഉണ്ടാകും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ റിഫ്രാക്ഷൻ അവിടെ കൂടുന്നു, അപ്പോൾ അത് നോർമലിലേക്ക് അടുക്കുന്നു. വാട്ടറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവാണ്. ഈ ടേബിൾ തന്നിരിക്കുന്ന അതിൽ ഏറ്റവും കുറവ് വാട്ടറിനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീവിയേറ്റ് ചെയ്യൂല. അപ്പോൾ റിഫ്രാക്റ്റർ ആംഗിൾ ലാർജസ്റ്റ് ആംഗിൾ വാട്ടറിനായിരിക്കും. നമുക്ക് ആൻസർ എഴുതാം. ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ. ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ വാട്ടർ വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദിസ് ഈസ് refraction. This is because water has the least refractive index among the mediums in the table. അപ്പോൾ ടേബിളിലുള്ള ആ മീഡിയത്തിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിനാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതലും വാട്ടറിന് തന്നെ ആയിരിക്കും. ഇതിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ 2 മീഡിയംസ് ഈസ് ഡെപിക്റ്റഡ്. 2 ഫിഗർ തന്നിട്ടുണ്ട്. മീഡിയം 1, മീഡിയം 2. എയറിൽ നിന്നും മീഡിയം 1ലേക്കും മീഡിയം 2ലേക്കും പോകുന്നു. 40 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനകോൺ 40 ഡിഗ്രിയാണ്. എയറിൽ നിന്നും 2 മീഡിയത്തിലേക്ക് മീഡിയം 1ലേക്കും മീഡിയം 2ലേക്കും പോകുന്നു. ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ മീഡിയം 1ൽ റിഫ്രാക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 20 ഡിഗ്രിയാണ്. മീഡിയം 2ൽ അത് 30 ഡിഗ്രിയാണ്. താഴെ സബ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വൈ? ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലായിരിക്കും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനായിരിക്കും. അപ്പോൾ മീഡിയം 1 ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ഇൻ ദ കേസ്. അതിലെ ബി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ഏത്? അവിടെയും മീഡിയം 1 തന്നെയാണ്. കാരണം അവിടെയാണ് ആംഗിൾ കുറവ്, കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. മീഡിയം 1 ഹാസ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എ മീഡിയം ഓഫ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് മീഡിയം 1ന്. അവിടെ അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. എ മീഡിയം ഓഫ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് എഴുതാം. മീഡിയം 1 ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ഇൻ ദിസ് കേസ്. മീഡിയം 1 ഹാസ് ഹയർ അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. മീഡിയം 1 ഹാസ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എ മീഡിയം ഓഫ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗേഴ്സ്. എ, ബി, സി എന്നിങ്ങനെ 3 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുക. അവിടെ ലൈറ്റ് റേസ് ഇവിടുന്ന് വരുന്നു. ഇവിടുന്ന് ഈ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും ഇവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇത് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫിഗർ 1ലാണ് ടോട്ടൽ ഇൻറ്റേർണൽ ഫിഗർ 1. ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി ഫിഗർ 2ൽ നോക്കുക. ഫിഗർ 2ൽ ബി. അതിനകത്ത് പി ക്യു ഇവിടുന്ന് വരുന്നു. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ആറിൽ നിന്നും എസിലേക്ക് പോകുന്നു. അവിടെയും റിഫ്രാക്ഷനാണ് സംഭവിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ഫിഗറിൽ പിയിൽ നിന്ന് വന്നു. പി ക്യു ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. വീണ്ടും ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫിഗർ 2 ബി
ആൻഡ് സി. അവിടെ സംഭവിക്കുന്നത് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും സെക്കൻഡും തേർഡ് ഫിഗറിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അത് ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 40 ഡിഗ്രി ഉണ്ട്, 49 ഡിഗ്രി ഉണ്ട്, 38 ഉണ്ട്, 42 ഡിഗ്രി ഉണ്ട്. അപ്പോൾ എവിടെയായിരിക്കും, ഏത് ആംഗിളിലായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായാലാണ് ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക? അതായത് പതനകോൺ എത്ര ഡിഗ്രിയിലാണെങ്കിലാണ് പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായാലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുക. ഇവിടെ 40 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവാണ്, 38 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവാണ്, 42 ഡിഗ്രി അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നെയാണ്. അപ്പോൾ സർഫസിലൂടെ പോകുന്നേ ഉള്ളൂ, ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 49 ഡിഗ്രിയിലാണ്. അപ്പോൾ 49 ഡിഗ്രിയാണ് അതിൻ്റെ ആൻസർ. 49 ഡിഗ്രിയിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി ബാക്കി 8 മുതൽ 8, 9, 10, 11 അത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.